Good morning, children. In this video, I will help you learn the chapter The Happy Prince in the Unit 4 of your Class 5 English textbook. നിങ്ങളുടെ ക്ലാസ് 5 ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ യൂണിറ്റ് 4 ദ ഹാപ്പി പ്രിൻസ് എന്ന ചാപ്റ്ററാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എടുക്കുന്നത്. ഈ ചാപ്റ്ററിനെ പാർട്ട് 1 പാർട്ട് 2 എന്ന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്താണ് ചെയ്യുക. അപ്പോൾ പാർട്ട് 1 പോർഷൻ പഠിപ്പിച്ചിട്ട് അതിൻ്റെ വേർഡ്സ് ആൻഡ് മീനിങ്സും ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആ സൈഡിൽ തന്നിരിക്കുന്ന ചാപ്റ്റർ പഠിപ്പിക്കുമ്പോൾ ടെക്സ്റ്റ് തന്നെ സൈഡിൽ തന്നെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് അതാത് വീഡിയോസിൽ കൊടുക്കുന്നതായിരിക്കും. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. കൂടാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനിയും പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് ന്യൂ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ചാപ്റ്ററിൽ എന്താണെന്ന് നോക്കാം. ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്താണ്? സഹായിക്കുന്ന കരങ്ങൾ അല്ലേ? എന്താണ് അത് പറഞ്ഞിരിക്കുന്നത്? എന്താണ് അവിടെ? It was Friday night. Mithun was relaxing in a chair. He was watching his favorite TV show. മിഥുൻ എന്ത് ചെയ്യായിരുന്നു? ഒരു വെള്ളിയാഴ്ച രാത്രി മിഥുൻ അങ്ങനെ കസേരയിലൊക്കെ ചാരി ഇരുന്ന് അവൻ്റെ ഫേവററ്റ് TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ? His mother was in the kitchen cleaning dishes, pots and pans. അവൻ്റെ അമ്മ കിച്ചണിൽ അടുക്കളയിൽ പാത്രങ്ങളും കലങ്ങളും ഒക്കെ കഴുകി വൃത്തിയാക്കുകയാണ്. ഫീലിംഗ് ടയേർഡ് ഷീ ഡിസൈഡഡ് ടു ടേക്ക് റെസ്റ്റ് ഫോർ സം ടൈം. അപ്പോൾ വളരെയധികം ക്ഷീണം തോന്നിയപ്പോൾ അവൻ്റെ അമ്മ എന്ത് ചെയ്തു? ഒന്ന് റെസ്റ്റ് എടുക്കാം, ഒന്ന് വിശ്രമിക്കാമെന്ന് കരുതി. മിഥുൻ നോട്ടീസ്ഡ് ഹിസ് മദർ ഗോയിങ് ടു ബെഡ് എയർലി. അപ്പോൾ മിഥുൻ നോക്കിയപ്പോൾ അമ്മ സാധാരണത്തേക്കാൾ നേരത്തെ കിടക്കാൻ പോകുന്നു. ഹി ആസ്ക്ഡ്, ആർ യു ഓൾ റൈറ്റ് മോം? അമ്മ ഓക്കെ ആണോ? പ്രയാസങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? ഐ എം ഓക്കെ ബട്ട് ഐ നീഡ് ടു ടേക്ക് റെസ്റ്റ് ഫോർ എ വൈൽ, ഷീ റിപ്ലൈ. അപ്പം അമ്മ എന്താണ് മറുപടി പറഞ്ഞത്? റിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ മറുപടി പറയാം. എന്താണ് പറഞ്ഞേ? ഞാൻ ഓക്കെയാണ്, കുറച്ച് നേരം ഞാനൊന്ന് വിശ്രമിക്കാൻ പോവുകയാണ്. മിഥുൻ ഫെൽറ്റ് എ ബിറ്റ് സോറി. അപ്പോൾ അവനൊരു കഷ്ടം തോന്നി, മനസ്സിൽ ഒരു പ്രയാസം. എന്താണ്? ഐ ഷുഡ് ഹാവ് ഹെൽപ്പ് മദർ, ഹി തോട്ട്. ഞാൻ എൻ്റെ അമ്മയെ സഹായിക്കേണ്ടതായിരുന്നു എന്നവൻ ചിന്തിച്ചു. ഹി ഫെൽറ്റ് വെരി ഗിൽട്ടി. അവന് ഭയങ്കര കുറ്റബോധം തോന്നി. ഹി ഗോട്ട് അപ്പ് ആൻഡ് വെന്റ് ടു ദ കിച്ചൺ. അവൻ എൻ്റെ അടുക്കളയിൽ പോയി. ഹി ക്ലീൻഡ് എവറി പാൻ ആൻഡ് പോട്ട്. ഹി വാഷ്ഡ് ഓൾ ദ ഡിഷസ് ആൻഡ് സ്ക്രബ്ഡ് എവറി ലിറ്റിൽ സ്പോട്ട്. അവൻ അടുക്കളയിൽ ചെന്ന് എല്ലാ പാത്രങ്ങളും കലങ്ങളും ഒക്കെ കഴുകി വെച്ചതിന് ശേഷം അവൻ കിച്ചൻ്റെ എല്ലാ ഭാഗങ്ങളും നന്നായി തേച്ച് വൃത്തിയാക്കി. മീനിങ്സ് നോക്കിക്കേ. ഇപ്പോൾ വായിച്ച പാഠഭാഗത്തിൽ റിലാക്സിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെഡ്യൂസിങ് ടെൻഷൻ ഓർ ടേക്കിംഗ് റെസ്റ്റ്, അതായത് വിശ്രമിക്കുക എന്നാണ് റിലാക്സിങ് എന്നതിൻ്റെ മീനിങ്. അടുത്തതോ ഗിൽട്ടി. ഗിൽട്ടി എന്ന് പറഞ്ഞാൽ കുറ്റബോധം. സ്ക്രബ്ഡ്, റബ് ഹാർഡ് വിത്ത് ബ്രഷ് ടു ക്ലീൻ. ബ്രഷ് ഉപയോഗിച്ച് നന്നായി ഉരച്ച് തേച്ച് വൃത്തിയാക്കുന്നതിനാണ് സ്ക്രബ് ചെയ്യുക എന്ന് പറയുന്നത്. ദ കിച്ചൺ ലുക്ക്ഡ് വെരി ക്ലീൻ ആൻഡ് സീം ടു സ്പാർക്കിൾ. മിഥുൻ വാസ് റിയലി ഹാപ്പി സിൻസ് ഹി ഹാഡ് മെയ്ഡ് എ ഡിഫറൻസ്. അപ്പോൾ അവൻ നോക്കിയപ്പോൾ അവൻ കിച്ചണൊക്കെ തേച്ച് വൃത്തിയായി കഴിഞ്ഞപ്പോൾ കിച്ചൺ നല്ല വൃത്തിയായി നല്ല വെട്ടിത്തിളങ്ങുകയാണ് അല്ലേ? അപ്പം മിഥുൻ ഭയങ്കര സന്തോഷമായി. അവനെക്കൊണ്ട് ഇത്രയും ചെയ്യാൻ സാധിച്ചതിൽ അവന് ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ ഇവിടെ സിൻസ് ഹി ഹാഡ് മെയ്ഡ് എ ഡിഫറൻസ്, അവനൊരു വ്യത്യാസം ഉണ്ടാക്കിയെന്നല്ല അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അവനെക്കൊണ്ട് അത്രയും ചെയ്ത് ആ കിച്ചൺ അത്ര നീറ്റാക്കാൻ സാധിച്ചതിൽ സന്തോഷമാണ് അവിടെ പ്രകടിപ്പിക്കുന്നത്. ആഫ്റ്റർ എ വൈൽ വെൻ മിഥുൻസ് മദർ woke up and went to the kitchen to finish the rest of the work, she was really surprised. കുറച്ച് കഴിഞ്ഞ് മിഥുൻ്റെ അമ്മ എഴുന്നേറ്റ് കിച്ചണിൽ പോയി ബാക്കി ജോലിയൊക്കെ തീർക്കാമെന്ന് വിചാരിച്ച് അവിടെ ചെന്നപ്പോൾ അവരങ്ങ് അത്ഭുതപ്പെട്ടു പോയി, സർപ്രൈസ്ഡ് ആയിപ്പോയി. ഷീ കുഡ് നോട്ട് ബിലീവ് ഹെർ ഐസ്. അവർക്ക് അവരുടെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റിയില്ല. ദ കിച്ചൺ വാസ് സോ ക്ലീൻ. ആ കിച്ചൺ അത്ര വൃത്തിയായിരുന്നു. ഷി വാസ് വെരി ഹാപ്പി ദാറ്റ് ഹെർ സൺ ഹാഡ് ഹെൽപ്ഡ് ഹെർ. ഷീ വെന്റ് ടു മിഥുൻസ് ബെഡ് ആൻഡ് ഹഗ്ഡ് ഹിം. അപ്പോൾ അവരുടെ മോൻ അവരെ അത്ര സഹായിച്ചപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി. അവന് മിഥുൻ്റെ കിടക്കറയിലേക്ക് ചെന്നിട്ട് അവനെ കെട്ടിപ്പിടിക്കാൻ, ഹഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടിക്കുക. താങ്ക് യു മൈ ഡിയർ സൺ ഫോർ കെയറിങ് മീ സോ മച്ച്. എന്നെ ഇത്രയും കരുതിയതിന് അവനോട് നന്ദി പറയണം അവൻ്റെ അമ്മ. യു ആർ റിയലി എ നൈസ് ചൈൽഡ്. നീ വളരെ നല്ലൊരു കുട്ടിയാണ്. മിഥുൻ അണ്ടർസ്റ്റുഡ് ദെൻ ദറ്റ് ഹെൽപ്പിംഗ് അതേഴ്സ് മേക്ക് ദം ഹാപ്പി ആൻഡ് ഇറ്റ് മേക്സ് വൺ ഹാപ്പി ടു. അപ്പോഴാണ് മിഥുൻ മനസ്സിലായത്, നമ്മൾ ആരെങ്കിലും സഹായിക്കുകയാണെങ്കിൽ അവർക്കും അത് സന്തോഷമാകും, ആ സഹായം ചെയ്യുന്ന ആൾക്കും മനസ്സിലൊരു സന്തോഷം വരും. ഇല്ലേ? നിങ്ങൾ ആരെങ്കിലുമൊക്കെ മറ്റുള്ളവരെ, നിങ്ങളുടെ കൂട്ടുകാരെയൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവില്ലേ, സഹായിച്ചിട്ടുണ്ടാവില്ലേ? അപ്പം സഹായിക്കുമ്പോൾ അവരുടെ സന്തോഷം നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ചെയ്യുന്ന നിങ്ങൾക്കും നല്ല മനസ്സിലൊരു ഭയങ്കര
സന്തോഷവും സമാധാനവും ഒക്കെ തോന്നും അല്ലേ? അപ്പോൾ ആ വായിച്ച പോർഷനിലെ മീനിങ്സ് നോക്കി. സ്പാർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഷൈൻ ബ്രൈറ്റ്ലി, തിളങ്ങുക. ഹഗ്ഡ്, ഹോൾഡ് സമ്മൺ ടൈറ്റ്ലി ഇൻ വൺസ് ആംസ്, കെട്ടിപ്പിടിക്കുക. കെയറിങ്, ഡിസ്പ്ലേയിങ് കൈൻഡ്നെസ് ആൻഡ് കൺസേൺ ഫോർ അതേഴ്സ്, മറ്റുള്ളവരോടുള്ള കരുതൽ കാണിക്കുന്നതിനാണ് കെയറിങ് എന്ന് പറയുക. ആ പോർഷൻ കഴിഞ്ഞ ഒരു 4 ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്? ഹൗ ഡിഡ് മിഥുൻ ഹെൽപ്പ് ഹിസ് മദർ? ഇഫ് യു ആർ ഇൻ മിഥുൻസ് പ്ലേസ് വാട്ട് വുഡ് യു ഡു? അപ്പോൾ അതിനെങ്ങനെ ആൻസർ ചെയ്യാം? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഹൗ ഡിഡ് മിഥുൻ ഹെൽപ്പ് ഹിസ് മദർ? മിഥുൻ ഹെൽപ്ഡ് ഹിസ് മദർ ബൈ വാഷിംഗ് ആൻഡ് ക്ലീനിങ് ഓൾ ദ ഡിഷസ്, പാൻസ് ആൻഡ് പോട്ട്സ്. ഹി ഓൾസോ സ്ക്രബ് ദ കിച്ചൺ ക്ലീൻ. മിഥുൻ അവൻ്റെ അമ്മയെ എങ്ങനെയാണ് സഹായിച്ചത്? അവൻ അടുക്കളയിലെ എല്ലാ പാത്രങ്ങളും കലങ്ങളും എല്ലാം കഴുകി കിച്ചൺ വൃത്തിയാക്കിയാണ് അവൻ്റെ അമ്മയെ സഹായിച്ചത്. സെക്കൻഡ് ക്വസ്റ്റ്യനോ? ഇഫ് യു ആർ ഇൻ മിഥുൻസ് പ്ലേസ് വാട്ട് വുഡ് യു ഡു? നീ മിഥുൻ്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നിരിക്കാം? എങ്ങനെ ആൻസർ കൊടുക്കാം? ഇഫ് ഐ വർ ഇൻ മിഥുൻസ് പ്ലേസ് ഐ വുഡ് ഹെൽപ്പ് മൈ പേരൻസ് വിത്ത് ഹൗസ് ഹോൾഡ് വർക്ക്. ഞാനായിരുന്നു മിഥുൻ്റെ സ്ഥാനത്തെങ്കിൽ ഞാൻ എൻ്റെ മാതാപിതാക്കളെ വീട്ടുജോലികളിൽ സഹായിക്കും. നിങ്ങൾ എല്ലാവരും സഹായിക്കുമോ? സഹായിക്കാത്തവരുണ്ട്, സഹായിക്കുന്നില്ല എന്ന് എഴുതണമെങ്കിൽ നിങ്ങൾക്ക് സഹായിക്കുന്നില്ല എന്ന് വേണമെങ്കിലും എഴുതാം. ഡു യു തിങ്ക് മിഥുൻ ഇസ് എ നൈസ് ചൈൽഡ്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. മിഥുൻ ഒരു നല്ല കുട്ടിയാണോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? യെസ്, മിഥുൻ ഇസ് എ നൈസ് ചൈൽഡ് ആസ് ഹി ഹെൽപ്ഡ് ഹിസ് മദർ ഇൻ ക്ലീനിങ് ദ കിച്ചൺ ആൻഡ് ഡിഷസ്. അവൻ്റെ അമ്മയെ കിച്ചണിലെ എല്ലാ പാത്രങ്ങളും കലങ്ങളും എല്ലാം കഴുകി കിച്ചൺ വൃത്തിയാക്കാൻ സഹായിച്ചതുകൊണ്ട് മിഥുൻ ഒരു നല്ല കുട്ടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഡു യു ഹെൽപ്പ് യുവർ പേരൻസ് ഇൻ ഹൗസ് ഹോൾഡ് വർക്ക്? ഫോർത്ത് ക്വസ്റ്റ്യൻ. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ വീട്ടുജോലികളിൽ സഹായിക്കാറുണ്ടോ? ഹൗസ് ഹോൾഡ് വർക്ക് എന്ന് പറഞ്ഞാൽ വീട്ടുജോലികൾ. അപ്പോൾ നിങ്ങൾക്ക് എഴുതാം യെസ് ഐ ഹെൽപ്പ് മൈ പേരൻസ്. സ്ലാഷ് എന്നിരിക്കുന്നത് ഓർ, അതല്ല നോ ഐ ഡു നോട്ട് ഹെൽപ്പ് മൈ പേരൻസ് എന്നാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എഴുതാം. ദ ഹാപ്പി പ്രിൻസ്. ദർ വാസ് എ പ്രിൻസ് ഇൻ എ ഫാർ അവേ ലാൻഡ് ഹു വാസ് ഓൾവേസ് ഹാപ്പി. അങ്ങ് ദൂരെ ഒരു നാട്ടിൽ എപ്പോഴും സന്തോഷവാനായിരുന്ന ഒരു പ്രിൻസ് ഉണ്ടായിരുന്നു, ഒരു രാജകുമാരനുണ്ടായിരുന്നു. വെൻ ഹി ഡൈഡ് ദ കോർട്ടിയേഴ്സ് ഓഫ് ദ പാലസ് made the statue of the happy prince and put it up high in the town. അപ്പോൾ ആ രാജാവ് മരിച്ചപ്പോൾ കോർട്ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ രാജസഭയിലെ അംഗങ്ങൾ അല്ലെങ്കിൽ രാജസേവകന്മാർ അവരെന്ത് ചെയ്തു? ആ രാജാവിൻ്റെ അല്ലെങ്കിൽ ആ പ്രിൻസിൻ്റെ ഒരു പ്രതിമയുണ്ടാക്കി ആ ടൗണിൽ വളരെ ഉയരത്തിലൊരു സ്തൂപത്തിന്മേലായി സ്ഥാപിച്ചു. നൗ റീഡ് ഓൺ. നമുക്ക് ബാക്കി വായിക്കാം. ഹൈ above the city on a tall column stood the statue of the happy prince. അപ്പോൾ അങ്ങനെ ആ പട്ടണത്തിൽ വളരെ ഉയരത്തിലായി ഒരു വലിയ തൂണിന്മേലെ, ഒരു വലിയ കോളം എന്ന് പറഞ്ഞാൽ ഒരു വലിയ പില്ലർ, ഉയരത്തിലുള്ള ഒരു പില്ലർ അല്ലെങ്കിൽ ഒരു തൂണിന്മേലെ ഹാപ്പി പ്രിൻസിൻ്റെ പ്രതിമയുണ്ടായിരുന്നു. ഹി വാസ് ഗിൽഡഡ് ഓൾ ഓവർ വിത്ത് തിൻ ലീവ്സ് ഓഫ് ഫൈൻ ഗോൾഡ്. ഫോർ ഐസ് ഹി ഹാഡ് 2 bright sapphires and a large red ruby glowed on his sword hilt. അപ്പോൾ ആ ഹാപ്പി പ്രിൻസിൻ്റെ പ്രതിമയിൽ എങ്ങനെയായിരുന്നു അവർ ചെയ്തിരുന്നേ? സ്വർണം കൊണ്ടുള്ള നേർത്ത ഇലകൾ പോലെയുള്ളതുണ്ടാക്കി അത് വെച്ച് ഹാപ്പി പ്രിൻസിൻ്റെ ബോഡി മുഴുവൻ സ്വർണം പൂശിയതുപോലെ, ഗിൽഡഡ് എന്ന് പറഞ്ഞാൽ സ്വർണം പൂശി ഈ ഇലകൾ കൊണ്ട് ഒട്ടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ആൻഡ് കണ്ണുകൾക്ക് ഫോർ ഐസ് എന്തായിരുന്നു? 2 bright sapphires, ഇന്ദ്രനീല കല്ലുകളാണ്, സഫയർ സ്റ്റോൺസ് ആണ് 2 കണ്ണിനും സ്ഥാനത്തുണ്ടായിരുന്നത്. അതുകൂടാതെ ലാർജ് റെഡ് റൂബി ഗ്ലോഡ് ഓൺ ഹിസ് സ്വോർഡ് ഹിൽട്ട് എന്ന് പറഞ്ഞാൽ വാൾപിടിയിൽ ഒരു വലിയ റൂബി സ്റ്റോൺ, അതായത് മാണിക്യ കല്ലുണ്ടായിരുന്നു. ഹി വാസ് വെരി മച്ച് അഡ്മയർഡ് ഇൻഡീഡ്. ആ പ്രിൻസിനെ എല്ലാവരും ആദരിച്ചിരുന്നു. ബി ലൈക്ക് ദ ഹാപ്പി പ്രിൻസ്, ഹി നെവർ ക്രൈസ് ഫോർ എനിത്തിങ്, സെഡ് എ മദർ ടു എ ലിറ്റിൽ ബോയ് ഹു വാസ് ക്രൈയിങ് ഫോർ ദ മൂൺ. അപ്പോൾ എനിക്ക് അമ്പിളിമാമനെ വേണം എന്ന് പറഞ്ഞ് കരയുന്ന ഒരു കുട്ടി അവൻ്റെ അമ്മ എങ്ങനെയാണ് സമാധാനിപ്പിച്ചത്? നീ ഹാപ്പി പ്രിൻസിനെ പോലെ ആയിക്കേ. ബി ലൈക്ക് ദ ഹാപ്പി പ്രിൻസ്, ഹി നെവർ ക്രൈസ് ഫോർ എനിത്തിങ്. അദ്ദേഹം ഒന്നിനും വേണ്ടി കരഞ്ഞിരുന്നില്ല. ഐ എം ഗ്ലാഡ് ദർ ഇസ് സമ്മൺ ഇൻ ദ വേൾഡ് ഹു ഇസ് ക്വൈറ്റ് ഹാപ്പി, മറ്റഡ് എ ഡിസപ്പോയിൻറ്റഡ് മാൻ. അപ്പോൾ വളരെ ഡിസപ്പോയിൻറ്റഡ് എന്ന് പറഞ്ഞാൽ നിരാശനായ ഒരു മനുഷ്യനാണ് അവിടെ ഇരുന്ന് പറയുകയാണ്, ഒരാളെങ്കിലും ഈ ലോകത്ത് സന്തോഷവാനായിട്ടുണ്ടല്ലോ. ഈ വായിച്ച പേജിലെ മീനിങ്സ് നോക്കിക്കേ. ഫാർ അവേ, എ ലോങ് ഡിസ്റ്റൻസ് എവേ, വളരെ ദൂരെയായ. കോർട്ടിയർ, എ പേഴ്സൺ ഹു ഈസ് എ പാർട്ട് ഓഫ് ദ കോർട്ട് ഓഫ് എ കിങ് ഓർ ക്വീൻ, അതായത് ഒരു രാജാവിൻ്റെ സഭയിലെ അംഗം, രാജസഭാംഗം അല്ലെങ്കിൽ രാജസേവകൻ എന്നൊക്കെ പറയാം. കോളം, എ ടോൾ സോളിഡ് വെർട്ടിക്കൽ പോസ്റ്റ് ഓർ പില്ലർ, തൂണ് അല്ലെങ്കിൽ സ്തംഭം. ഗിൽഡഡ്,
കവേർഡ് വിത്ത് എ തിൻ ലെയർ ഓഫ് ഗോൾഡ്. സ്വർണം പൂശുക എന്നുള്ളതാണ് ഗിൽഡഡ് എന്ന് പറയുക. സ്വോർഡ് ഹിൽഡ്, ഹാൻഡിൽ ഓഫ് എ സ്വോർഡ്, വാൾപിടി. അഡ്മയർ, റിഗാർഡ് വിത്ത് റെസ്പെക്ട്, ആരാധിക്കുക, ആദരിക്കുക. ഇൻഡീഡ്, തീർച്ചയായും അല്ലെങ്കിൽ നിശ്ചയമായും. മട്ടേർഡ്, say something in a low voice, especially in dissatisfaction or irritation. പിറുപിറുക്കുക, ഒരു നിരാശയിൽ അല്ലെങ്കിൽ അത്ര സംതൃപ്തി ഇല്ലാതെ എന്തെങ്കിലും പറയുന്നതിന് പിറുപിറുക്കുന്നതിനാണ് മട്ടേഡ് എന്ന് പറയുക. ഡിസപ്പോയിന്റഡ്, നിരാശനായ. ഈ വായിച്ച പോർഷന്റെ സൈഡിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. Why did the people admire the statue of the happy prince? എന്തുകൊണ്ടാണ് ജനങ്ങൾ ഹാപ്പി പ്രിൻസിന്റെ സ്റ്റാച്യുവിനെ ആരാധിച്ചിരുന്നത്? The people admired the statue of the happy prince as it was gilded all over with fine gold, sapphires in the place of eyes, and ruby in the sword hilt. Also, while the happy prince was alive, he was always happy and never sad. ഹാപ്പി പ്രിൻസിന്റെ സ്റ്റാച്യു മുഴുവനും സ്വർണം കൊണ്ട് പൂശിയതും കണ്ണുകളുടെ സ്ഥാനത്ത് സഫേസ് ഇന്ദ്രനീലക്കല്ലുകൾ ഉണ്ടായിരുന്നതും വാൾപിടിയിൽ റൂബി സ്റ്റോൺ മാണിക്യക്കല്ല് ഉണ്ടായിരുന്നതും അതുകൂടാതെ ജീവനോടെ ഇരുന്ന കാലത്ത് ഹാപ്പി പ്രിൻസ് ഒരിക്കലും സങ്കടപ്പെടാതെ എപ്പോഴും സന്തോഷവാനായിരുന്നത് കൊണ്ടും കൂടിയാണ് ആളുകൾ ഹാപ്പി പ്രിൻസിന്റെ സ്റ്റാച്യുവിനെ ആരാധനയോടെ കണ്ടിരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 2. Pick out the sentences that show people's admiration for the happy prince. ജനങ്ങൾക്ക് ഹാപ്പി പ്രിൻസിനോടുള്ള ആ ആരാധന ചൂണ്ടിക്കാണിക്കുന്ന വാക്യങ്ങൾ എടുത്തെഴുതുക. The sentences that show people's admiration for the happy prince are. ജനങ്ങൾക്ക് ഹാപ്പി പ്രിൻസിനോടുള്ള ആരാധന എടുത്തു കാണിക്കുന്ന വാക്യങ്ങൾ താഴെ തന്നിരിക്കുന്നവയാണ്. ഏതാണ്? നമ്പർ 1. Be like the happy prince. He never cries for anything, said a mother to her little boy who was crying for the moon. അമ്പിളിമാമനെ വേണം എന്ന് പറഞ്ഞ് കരയുന്ന ഒരു കുഞ്ഞിനോട് അതിൻ്റെ അമ്മ പറഞ്ഞു കൊടുക്കുകയാണ്, നീ ഹാപ്പി പ്രിൻസിനെ പോലെ ആയിക്കേ, അയാൾ ഒരിക്കലും ഒന്നിനും വേണ്ടി കരഞ്ഞിരുന്നില്ല. നമ്പർ 2. I am glad there is someone in the world who is quite happy, muttered a disappointed man. നിരാശനായ ഒരു മനുഷ്യൻ പിറുപിറുക്കുകയാണ്, ഒരാളെങ്കിലും ഈ ലോകത്ത് സന്തോഷവാനായിട്ടുണ്ടല്ലോ. The little swallow. സ്വാളോ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു പക്ഷിയുടെ പേരാണ്. പക്ഷെ ആ പക്ഷിക്ക് നല്ല ഉയരത്തിൽ പറക്കാൻ കഴിയുന്ന ഒരെണ്ണമാണ്. One night there flew over the city a little swallow. അപ്പോൾ ആ പട്ടണത്തിന് മേലേക്കൂടെ ഒരു രാത്രി ഒരു ചെറിയ സ്വാളോ എന്ന് പറയുന്ന പക്ഷി അങ്ങനെ പറന്നു വരികയാണ്. His friends had gone away to Egypt to save themselves from the approaching winter. അപ്പോൾ തണുപ്പ് കാലം അടുത്ത് വരികയാണ്. അപ്പോൾ മഞ്ഞ് പെയ്യും. അപ്പോൾ ഈ പക്ഷികളൊക്കെ എന്ത് ചെയ്യും? മഞ്ഞ് പെയ്യുന്ന സമയത്ത് പക്ഷികളൊക്കെ ഒരു സ്ഥലത്ത് നിന്നും വേറൊരു സ്ഥലത്തേക്ക് മാറി പറന്നു പോകും. നിങ്ങൾ ദേശാടന പക്ഷികളെ പറ്റി കേട്ടിട്ടില്ലേ? ഭയങ്കര തണുപ്പൊക്കെ യൂറോപ്പിലൊക്കെ വരുമ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ പക്ഷികളൊക്കെ നമ്മുടെ നാട്ടിലേക്ക് ആ സമയത്ത് വരും. അപ്പം അതുപോലെ ഈ സ്വാളോയും അവൻ്റെ കൂട്ടുകാരുമെല്ലാം മഞ്ഞുകാലം അടുക്കുന്നത് കണ്ടിട്ട് അവരെല്ലാവരും തന്നെ എന്ത് ചെയ്തു? ഈജിപ്തിലേക്ക് പറന്നു പോവുകയാണ്. അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഓൾറെഡി തന്നെ ഈജിപ്തിലേക്ക് പറന്നു പോയി കഴിഞ്ഞ് ഇവൻ അതിൻ്റെ പുറകെ പറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് രാത്രിയായപ്പോൾ അവൻ ചിന്തിക്കുകയാണ്, വേർ ഷാൽ ഐ സ്റ്റേ? ഞാൻ എവിടെയാണ് ഒന്ന് തങ്ങുക? He asked himself. അവനോട് തന്നെ ചോദിക്കുകയാണ്. Then he saw the statue on the tall column. അവൻ നോക്കുമ്പോൾ ആ പട്ടണത്തിൽ ഒരു വലിയ തൂണിൻ്റെ മണ്ടയിൽ ഒരു പ്രതിമ കണ്ടു. I will stay there, he cried. ഞാൻ അവിടെ തങ്ങിക്കോളാം. He cried എന്ന് പറഞ്ഞാൽ കരഞ്ഞു എന്നല്ല, നല്ല ഉച്ചത്തിൽ പറഞ്ഞു എന്നാണ്. He alighted just between the feet of the happy prince. അപ്പോൾ സ്വാളോ എന്ത് ചെയ്തു? വന്ന് പറന്ന് താഴത്തേക്ക് ഇറങ്ങിയത് ആ ഹാപ്പി പ്രിൻസിൻ്റെ പ്രതിമയുടെ 2 കാലുകളുടെ ഇടയിലേക്കാണ്. I have a golden bedroom, he said. എനിക്കൊരു സ്വർണം കൊണ്ടുള്ളൊരു ബെഡ്റൂം കിട്ടി. അവൾ നോക്കുമ്പോൾ ആ പ്രതിമ മുഴുവൻ സ്വർണം കൊണ്ട് പൂശിയിരിക്കുകയാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് സ്വാളോ അങ്ങനെ പറഞ്ഞത്. When he put his head under the wing, a large drop of water fell on him. അവൻ ഉറങ്ങാനായി അവൻ്റെ ചിറകിൻ്റെ അടിയിലേക്ക് അവൻ്റെ തല ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക് അവൻ്റെ തലയുടെ മേലേക്ക് ഒരു വെള്ള തുള്ളി വന്ന് വീഴും. What a curious thing, he cried. അപ്പോൾ അവർ പെട്ടെന്ന് ഉച്ചത്തിൽ പറയും, ഇതെന്ത് വിചിത്രമായിരിക്കുന്നു. There's not a single cloud in the sky. The stars are quite clear and bright, and yet it is raining. ആകാശത്താണ് ഒരു മേഘം പോലും ഇല്ല. സ്കൈ എന്ത് ക്ലിയർ ആണ്. സ്റ്റാർസ് എല്ലാം അങ്ങനെ വെട്ടിത്തിളങ്ങുകയാണ്. മഴ പെയ്യുന്നുമില്ല. പിന്നെ എങ്ങനെ ഈ വെള്ളം വീണു എൻ്റെ തലയിൽ? Then another drop fell. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു ഡ്രോപ്പും കൂടി അവൻ്റെ തലയിൽ വീണു. I must look for another place, he said, and was about to fly away.
ഞാൻ വേറെ ഒരു സ്ഥലം നോക്കേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ച് അവൻ പറക്കാൻ അങ്ങോട്ട് തുടങ്ങുകയായിരുന്നു. But before he had opened his wings, a third drop fell, and he looked up and saw. അവൻ അങ്ങോട്ട് പറക്കാൻ അങ്ങോട്ട് തുടങ്ങുന്നതിന് മുമ്പ് മൂന്നാമത് ഒരു തുള്ളിയും കൂടെ അവൻ്റെ തലയിന്മേൽ വീണു. അത് കണ്ടപ്പോൾ അവൻ പെട്ടെന്ന് തല പൊക്കി മുകളിലേക്ക് നോക്കുകയാണ് ഇതെന്താണെന്ന് കാണാൻ. See the meanings: approaching, coming nearer in distance or time. അടുക്കുന്നു അല്ലെങ്കിൽ സമീപിക്കുക എന്നാണ് മീനിങ്. അതായത് പക്ഷികളെല്ലാം വിന്റർ അപ്രോച്ച് ചെയ്യുന്നതിന് മുൻപായി ഈജിപ്തിലേക്ക് പറന്നുപോയി എന്നാണ് സ്വാളോ പറയുന്നത് അല്ലേ. അപ്പോൾ വിന്റർ അപ്രോച്ച് ചെയ്യുന്നതിന്, അതായത് വിന്റർ അടുക്കാറായി, മഞ്ഞുകാലം അടുക്കാറായി, അതുകൊണ്ടാണ് കിളികൾ പറന്നുപോയതെന്നാണ് ലെസണിൽ പറയുന്നത്. അടുത്തത് എലൈറ്റഡ്, ഡിസെൻഡ് ഫ്രം ദ എയർ ആൻഡ് സെറ്റിൽ, ഓർ ഡിസെൻഡ് ഫ്രം എ ട്രെയിൻ ഓർ ബസ് എക്സെട്ര. അതായത് നമ്മൾ പറന്ന് വന്നിറങ്ങുക, ഭൂമിയിൽ ഇറങ്ങുക, താഴത്തിറങ്ങുക എന്നൊക്കെയാണ് എലൈറ്റഡ് കൂടെ ഉദ്ദേശിക്കുന്നത്. ഡിസെൻഡഡ് ഫ്രം എ ട്രെയിൻ എന്ന് പറഞ്ഞാൽ ട്രെയിനിൽ നിന്ന് താഴെ ഇറങ്ങി എന്നാണ് അർത്ഥം. ക്യൂറിയസ്, സ്ട്രേഞ്ച് ഓർ അൺയൂഷ്വൽ എന്നും അർത്ഥം വരാം. അതുപോലെ തന്നെ ഈഗർ ടു നോ ഓർ ലിസൺ സംതിങ്, നമ്മൾക്ക് എന്തെങ്കിലും അറിയുവാനുള്ള നമ്മുടെ ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ആകാംക്ഷ, അതിനും നമ്മൾ ക്യൂരിയസ് എന്ന് പറയാം. വിചിത്രമായ എന്തിനെങ്കിലും വേണമെങ്കിൽ നമ്മൾക്ക് ക്യൂരിയസ് എന്ന വാക്ക് യൂസ് ചെയ്യാം. നമ്മൾ വായിച്ച പോർഷന്റെ സൈഡിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കിക്കേ. ക്വസ്റ്റ്യൻ നമ്പർ 3, ഹാവ് യു സീൻ ബേർഡ്സ് മേക്കിംഗ് നെസ്റ്റ്? വേർ ഡു ദേ നെസ്റ്റ്? നിങ്ങൾ പക്ഷികൾ കൂട് കെട്ടുന്നത് കണ്ടിട്ടുണ്ടോ? അവ എവിടെയാണ് കൂട് കെട്ടുക? യെസ്, ഐ ഹാവ് സീൻ ബേർഡ്സ് മേക്കിംഗ് നെസ്റ്റ് ഓൺ ദ ബ്രാഞ്ചസ് ഓഫ് ട്രീസ്. നമ്മൾ കണ്ടിട്ടുള്ളത് മരച്ചില്ലകളിൽ പക്ഷികൾ അല്ലെങ്കിൽ കിളികൾ കൂട് കെട്ടുന്നതായാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 4, why did the swallow decide to stay between the feet of the statue? എന്തുകൊണ്ടാണ് സ്വാളോ ഈ സ്റ്റാച്യുവിൻ്റെ കാലുകളുടെ ഇടയിലായി തങ്ങാം എന്ന് ചിന്തിക്കാൻ കാരണം അല്ലെങ്കിൽ നിശ്ചയിക്കാൻ കാരണം? The swallow decided to stay between the feet of the statue as it was night time and the swallow needed to take rest as he has to fly to Egypt the next morning. രാത്രി ആയതുകൊണ്ടും അടുത്ത ദിവസം രാവിലെ സ്വാളോയ്ക്ക് ഈജിപ്തിലേക്ക് പറക്കുന്നതിന് മുൻപായി കുറച്ച് വിശ്രമിക്കുന്നതിനും വേണ്ടിയാണ് സ്വാളോ ആ സ്റ്റാച്യുവിൻ്റെ കാലുകളുടെ ഇടയിൽ തങ്ങുവാൻ നിശ്ചയിച്ചത്. ക്വസ്റ്റ്യൻ നമ്പർ 5, there were no clouds in the sky, then from where did the drops of water come? ആകാശത്തെങ്ങും ഒരു മേഘം പോലുമില്ല, പിന്നെ എവിടുന്നായിരിക്കാം ഈ തുള്ളികൾ വീണത്? ആ തുള്ളികൾ ഹാപ്പി പ്രിൻസിന്റെ കണ്ണുകളിൽ നിന്നും വന്ന കണ്ണുനീരായിരുന്നു. The eyes of the happy prince were filled with tears and tears were running down his golden cheeks. സ്വാളോ നോക്കിയപ്പോൾ എന്താണ് കണ്ടത്? ഹാപ്പി പ്രിൻസിന്റെ കണ്ണുകളെല്ലാം കണ്ണീര് നിറഞ്ഞ ഗോൾഡൻ ചീക്സ് അല്ലെ, സ്വർണം പൂശിയ മുഖമാണ്. ആ കവിളിൽ കൂടിയെല്ലാം കണ്ണുനീരൊഴുകുകയാണ്. His face was so beautiful in the moonlight that the little swallow was filled with pity. അപ്പോൾ ആ ഹാപ്പി പ്രിൻസിന്റെ മുഖം ആ നിലാവെളിച്ചത്തിൽ കണ്ടപ്പോൾ ഭയങ്കര ഭംഗിയുള്ളതായിരുന്നു. പക്ഷെ അത് കണ്ടപ്പോൾ കണ്ണീര് വരുന്നത് കണ്ട് ആ സ്വാളോയ്ക്ക് ഭയങ്കര കനിവ് തോന്നി, അല്ലെങ്കിൽ ദയ അല്ലെങ്കിൽ അലിവ് തോന്നി. ഹൂ ആർ യു, ഹി ആസ്ക്ഡ്. അപ്പോൾ ആ സ്വാളോ, ആ കിളി പ്രതിമയോട് ചോദിക്കുകയാണ്, നീ ആരാണ്? ഐ ആം ദ ഹാപ്പി പ്രിൻസ്, ഞാനാണ് ഹാപ്പി പ്രിൻസ്. വൈ ആർ യു വീപ്പിംഗ് ദെൻ ആസ്ക്ഡ് ദ സ്വാളോ. അപ്പോൾ സ്വാളോ ചോദിക്കും, നീ എന്തിനാ കരയുന്നേ? വെൻ ഐ വാസ് എലൈവ് ഐ ഡിഡ് നോട്ട് നോ വാട്ട് ടിയേഴ്സ് വെർ. ഞാൻ ജീവിച്ചിരുന്നപ്പോൾ എനിക്ക് കണ്ണീര് എന്താണെന്ന് പോലും അറിയില്ലായിരുന്നു. ഐ ലീവ്ഡ് ഇൻ ദ പാലസ്, ഞാൻ ഒരു രാജകൊട്ടാരത്തിലാണ് ജീവിച്ചിരുന്നത്. സോറോ വാസ് നോട്ട് അലൗഡ് ടു എൻ്റർ ദർ. ആ രാജകൊട്ടാരത്തിലേക്ക് സങ്കടത്തിനോ ദുഃഖത്തിനോ ഒന്നും പ്രവേശിക്കാൻ പോലും സാധിക്കില്ലായിരുന്നു. അത്ര സന്തോഷമായിരുന്നു അവിടെ. എവറിതിങ് അബൌട്ട് മീ വാസ് സോ ബ്യൂട്ടിഫുൾ. എൻ്റെ ചുറ്റുമുള്ളതെല്ലാം വളരെ സമാധാനവും ഭംഗിയുള്ളതുമായിരുന്നു. മൈ കോർട്ടിയേഴ്സ് കോൾഡ് മീ ദ ഹാപ്പി പ്രിൻസ് ആൻഡ് ഹാപ്പി ഇൻഡീഡ് ഐ വാസ് ഇഫ് പ്ലഷർ ബി ഹാപ്പിനെസ്. എല്ലാ കാര്യങ്ങളും സന്തോഷത്തിനുള്ളതാണെങ്കിൽ എനിക്കും വളരെ സന്തോഷമായിരുന്നു. കാരണം അതുകൊണ്ടാണ് എൻ്റെ കോർട്ടിയേഴ്സ്, അതായത് എൻ്റെ രാജസേവകന്മാർ എന്നെ ഹാപ്പി പ്രിൻസ് എന്നാണ് എന്നെ വിളിച്ചിരുന്നത്. ഞാൻ തീർച്ചയായും വളരെ ഹാപ്പി ആയിരുന്നു. സോ ഐ ലീവ്ഡ് ആൻഡ് സോ ഐ ഡൈഡ്. അങ്ങനെ ഞാൻ ജീവിച്ച് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഞാനങ്ങ് മരിച്ചു. ആൻഡ് നൗ ദാറ്റ് ഐ എം ഡെഡ് ദേ ഹാവ് സെറ്റ് മീ അപ്പ് ഹിയർ ഹൈ. അവസാനം ഞാൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അവരെന്നെ എന്ത് ചെയ്തു? എൻ്റെ ഒരു പ്രതിമയുണ്ടാക്കി എന്നെ ഈ തൂണിന്മേൽ ഈ പൊക്കത്തിൽ സ്ഥാപിച്ചിരിക്കുകയാണ്. I can see all the ugliness and the misery of my city, and though my heart is made of lead, I cannot but weep. അപ്പോൾ എൻ്റെ ഹൃദയം
ഇരുമ്പ് കൊണ്ട് അല്ലെങ്കിൽ ഈയം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണെങ്കിൽ പോലും എനിക്ക് കരയാതിരിക്കാൻ സാധിക്കുന്നില്ല. കാരണം ഞാൻ ഈ തൂണിന്മേൽ ഇത്ര ഉയരത്തിൽ നിൽക്കുമ്പോഴാണ് ഞാൻ ഈ പട്ടണത്തിൻ്റെ പല വൃത്തികേടുകളും കഷ്ടപ്പാടുകളും ആളുകളുടെ ദുരിതങ്ങളും ഒക്കെ ഞാൻ കാണുന്നത്. See the meanings? Pity, the feeling of sorrow and compassion caused by the suffering and misfortunes of others. മറ്റുള്ളവരുടെ കഷ്ടപ്പാട് കാണുമ്പോൾ നമുക്ക് തോന്നുന്ന അലിവ് അല്ലെങ്കിൽ ദയ, അതാണ് പിറ്റി. വീപ്പിംഗ്, ഷെഡിങ് ടീയേഴ്സ്, കരയുന്നത്. എലൈവ്, ലിവിങ്, അതായത് ജീവനുള്ളപ്പോൾ. when I was alive എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനുള്ളപ്പോൾ. സോറോ, ദുഃഖം. ഇൻഡീഡ്, തീർച്ചയായും അല്ലെങ്കിൽ നിശ്ചയമായും. അഗ്ലിനെസ്, വൃത്തികേട്. മിസറി, ദുരിതം അല്ലെങ്കിൽ കഷ്ടപ്പാട്. ലെഡ്, ഈയം. ഈ വായിച്ച പോർഷന്റെ സൈഡിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 6. Why was the prince not aware of tears when he was alive? എന്തുകൊണ്ടാണ് പ്രിൻസിന് അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ കണ്ണീരിനെ കുറിച്ച് അറിയാതെ പോയത്? When the prince was alive, he lived in a palace and everything about him was beautiful. Sorrow was not allowed to enter, so the prince was not aware of tears. ആ ഹാപ്പി പ്രിൻസ് ജീവനോടെ ഇരുന്ന കാലത്ത് അദ്ദേഹം ഒരു രാജകൊട്ടാരത്തിലാണ് ജീവിച്ചിരുന്നത്. അവിടെ അദ്ദേഹത്തിന് ചുറ്റുമുണ്ടായിരുന്നതെല്ലാം വളരെ ഭംഗിയുള്ളതും സമാധാനപൂർണമായുള്ളതുമായിരുന്നു. അവിടേക്ക് ദുഃഖത്തിന് പ്രവേശനമില്ലായിരുന്നു. അതുകൊണ്ടാണ് പ്രിൻസിന് കണ്ണുനീരെന്താണെന്ന് അറിയാതെ പോയത്. ക്വസ്റ്റ്യൻ നമ്പർ 7. What made the happy prince sad? എന്താണ് ഹാപ്പി പ്രിൻസിനെ സങ്കടപ്പെടുത്തിയത്? The ugliness and misery of his city made the prince sad. ആ സിറ്റിയുടെ വൃത്തികേടും അവിടുത്തെ ദുരിതവും ആളുകളുടെ കഷ്ടപ്പാടുമൊക്കെയാണ് ആ രാജകുമാരനെ അല്ലെങ്കിൽ ആ പ്രിൻസിനെ സങ്കടപ്പെടുത്തിയത്. റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അപേക്ഷ. എന്താണ്? Far away, continued the statue in a low musical voice. Far away in a little street there's a poor house. അപ്പോൾ ആ പ്രതിമ ഇങ്ങനെ വീണ്ടും സംസാരിക്കുക, ഒരു മ്യൂസിക്കൽ വോയിസ്, ഒരു പാട്ട് പാടുന്നത് പോലെ. ഫാർ അവേ, അങ്ങ് ദൂരെ. ആ ഒരു തെരുവിൽ, ആ ചെറിയ തെരുവിൽ ഒരു പാവപ്പെട്ട വീടുണ്ട്. One of the windows is open and through it I can see a woman seated at a table. She is so tired. അതിൻ്റെ ആ വീട്ടിൽ ഒരു ജനാല തുറന്നു കിടക്കുകയാണ്. എനിക്കതിൽ കൂടി കാണാം ഒരു സ്ത്രീയെ അവിടെ ഒരു മേശയുടെ അടുത്ത് ഇരിക്കുകയാണ്. അവരങ്ങ് വളരെ ക്ഷീണിച്ച് അവശയായിരിക്കുകയാണ്. ഷീ സോ ടയേർഡ്. In a bed in the corner of the room, her little boy is lying ill. ആ മുറിയുടെ ഒരു മൂലയ്ക്കുള്ള ഒരു കട്ടിലിൽ അവരുടെ മകൻ കിടക്കുകയാണ്. അവന് തീരെ വയ്യ, വളരെയധികം അസുഖമായി കിടക്കുകയാണ്. He has a fever and is asking for oranges. അവന് പനി പിടിച്ചിട്ട് അവന് കഴിക്കുവാൻ വേണ്ടി ഓറഞ്ച് ചോദിക്കുകയാണ് ആ കുഞ്ഞമ്മയോട്. ഹിസ് മദർ ഹാസ് നത്തിങ് ടു ഗിവ് ഹിം ബട്ട് റിവർ വാട്ടർ, സോ ഹീ ഈസ് ക്രൈയിങ്. അവൻ്റെ അമ്മയ്ക്ക് ഓറഞ്ച് ഒന്നും കൊടുക്കാൻ സാധിക്കുന്നില്ല. അവർ നദിയിൽ നിന്ന് കോരിക്കൊണ്ട് വരുന്ന വെള്ളം അവന് വെള്ളം കുടിക്കാൻ കൊടുക്കാൻ മാത്രമേ അവരുടെ കയ്യിലുള്ളൂ. അവർ അത്ര പാവപ്പെട്ടവരാണ്. സ്വാലോ സ്വാലോ ലിറ്റിൽ സ്വാലോ വിൽ യു നോട്ട് ബ്രിങ് ഹർ ദ റൂബി ഔട്ട് ഓഫ് മൈ സ്വോർഡ് ഹിൽഡ്. അപ്പം ആ പ്രതിമ എന്താ ചെയ്യുന്നത്? സ്വാലോ സ്വാലോ ലിറ്റിൽ സ്വാലോ, നീ എൻ്റെ വാൾപിടിയിലുള്ള റൂബി സ്റ്റോൺ ഒന്ന് ആ സ്ത്രീക്ക് കൊണ്ട് കൊടുക്കാമോ? I am waited for in Egypt, said the swallow. My friends are flying up and down the Nile. അപ്പോൾ swallow പറയുകയാണ്, എൻ്റെ ഫ്രണ്ട്സ് എല്ലാം നൈൽ നദിക്ക് കുറുകെ പറന്ന് ഈജിപ്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരെല്ലാവരും എന്നെ ഈജിപ്തിൽ വെയിറ്റ് ചെയ്യുകയാണ്. എനിക്ക് അവിടെ ചെന്നേ പറ്റൂ. Swallow, swallow, little swallow, said the prince. Will you not stay with me for one night and be my messenger? നിനക്ക് എൻ്റെ കൂടെ ഒരു ദിവസം താമസിച്ച് എൻ്റെ ദൂതനായിക്കൂടെ? മെസ്സഞ്ചർ എന്ന് പറഞ്ഞാൽ ദൂതൻ. The boy is so thirsty and the mother so sad. ആ കൊച്ചു ആൺകുട്ടി വളരെയധികം ദാഹിച്ച് വലഞ്ഞിരിക്കുകയാണ്. അവൻ്റെ അമ്മ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. I don't think I like boys, answered the swallow. അപ്പോൾ swallow എന്ത് പറയും? എനിക്ക് ആൺകുട്ടികളെ ഇഷ്ടമല്ല. Last summer, when I was staying on the riverside, there were two rude boys who always threw stones at me. കഴിഞ്ഞ വേനൽക്കാലത്ത് ഞാനൊരു നദിക്കരയിൽ തങ്ങിയപ്പോൾ അവിടെ രണ്ട് വികൃത ചെറുക്കന്മാരുണ്ടായിരുന്നു. അവന്മാർ എപ്പോഴും എൻ്റെ നേരെ കല്ലെറിയുമായിരുന്നു. They never hit me, of course. We swallows fly far too well for that. അവരെത്ര എറിഞ്ഞിട്ടും എൻ്റെ ദേഹത്ത് കൊണ്ടിട്ടില്ല. കാരണം ഞങ്ങൾ സ്വാളോസിന് വളരെയധികം ഉയരത്തിൽ പറക്കാൻ സാധിക്കുമായിരുന്നു. സൈഡിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 8. Why was the boy crying? ആ ആൺകുട്ടി എന്തിനാണ് കരഞ്ഞത്? The boy was having fever and he was asking for oranges. ആ ബോയ്ക്ക് പനിയായിരുന്നു. അവൻ അമ്മയോട് ഓറഞ്ചസ് ചോദിക്കുകയായിരുന്നു.
His mother was poor and she could give only river water to drink. അവൻ്റെ അമ്മ പാവപ്പെട്ടതായിരുന്നതുകൊണ്ട് ഓറഞ്ചസ് ഒന്നും വാങ്ങിക്കാൻ കഴിവില്ലായിരുന്നതുകൊണ്ട് അവര് നദിയിൽ നിന്നും കോരിക്കൊണ്ടുവരുന്ന കുടിവെള്ളമാണ് അവന് കുടിക്കുവാൻ കൊടുത്തത്. So the boy was crying. അതുകൊണ്ടാണ് ആ ആൺകുട്ടി കരഞ്ഞത്. Question number 9. Why was the swallow not ready to help the woman at first? എന്തുകൊണ്ടാണ് ആ സ്വാളോ ആദ്യം ആ സ്ത്രീയെ സഹായിക്കുവാൻ തയ്യാറല്ലാഞ്ഞത്? കൂട്ടുകാരുടെ കൂടെ ഈജിപ്തിലേക്ക് എത്തുവാൻ വേണ്ടി തിരക്ക് പിടിച്ച് അവരുടെ പുറകെ പോവാനുള്ളത് കൊണ്ടും അവന് സമയം നഷ്ടപ്പെടുത്തി കളയുവാൻ ഇല്ലാഞ്ഞതുകൊണ്ടുമാണ് സ്വാളോ ആദ്യം ആ സ്ത്രീയെ സഹായിക്കുവാൻ തയ്യാറാകാഞ്ഞത്. Question number 10. Why do some children throw stones at animals and birds? Have you ever prevented them? എന്തുകൊണ്ടാണ് ചില കുട്ടികൾ പക്ഷികളെയും മൃഗങ്ങളെയും കാണുമ്പോൾ കല്ലെറിയുന്നത്? നിങ്ങൾ എപ്പോഴെങ്കിലും അവരെ തടയുവാൻ ശ്രമിച്ചിട്ടുണ്ടോ? കുട്ടികളെ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ കല്ലെറിയാറുണ്ടോ? പക്ഷികളെയോ മൃഗങ്ങളെയോ വല്ലോ? ആൻസർ നോക്കാം. Some children are very rude and they enjoy throwing stones at birds and animals. ചില കുട്ടികൾ വളരെ വികൃതി ഉള്ളവരായിരിക്കും. അങ്ങനെയുള്ളവർ ഈ സ്റ്റോൺസും ഒക്കെ എറിഞ്ഞ് അതിലൊരു ആനന്ദം കണ്ട, അല്ലെങ്കിൽ അത് എറിയുമ്പോൾ ആ മൃഗങ്ങളുടെ നേരെ ആ കല്ല് കൊള്ളുമ്പോൾ അവർ അതിൽ സന്തോഷം കണ്ടെത്തും. Some mothers are afraid of animals and throw stones at them to chase them away. വേറെ ചിലരാണെങ്കിലോ മൃഗങ്ങളെ ഭയന്ന് ആ മൃഗങ്ങളെ ഓടിച്ചു കളയുവാൻ വേണ്ടിയായിരിക്കും കല്ലെറിയുന്നത്. I always try to prevent such children by making them understand that birds and animals have equal rights to live in the earth like we do. ഇങ്ങനെയൊക്കെ കുട്ടികൾ ചെയ്യുമ്പോൾ ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ അല്ലെങ്കിൽ അവരെ ആ പ്രവൃത്തിയിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ ശ്രമിക്കുവാറുണ്ട്. എന്താണ് പറഞ്ഞു കൊടുക്കുക? ആ പക്ഷികൾക്കും മൃഗങ്ങൾക്കും എല്ലാം നമ്മൾ മനുഷ്യരെ പോലെ തന്നെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ അവകാശമുണ്ടെന്ന് ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട്. The messenger. The happy prince looked so sad that the swallow was sorry. പക്ഷെ സ്വാളോ നോക്കിയപ്പോൾ ഹാപ്പി പ്രിൻസിന്റെ മുഖം അങ്ങ് വളരെ സങ്കടപ്പെട്ടിരുന്നത് കണ്ടപ്പോൾ സ്വാളോയ്ക്ക് മനസ്സിലൊരു പ്രയാസം തോന്നി. It is very cold here, he said, but I'll stay with you for one night and be your messenger. ഇവിടെ ഭയങ്കര തണുപ്പാണ്, എന്നാലും സാരമില്ല, ഞാൻ ഒരു രാത്രി കൂടെ നിന്റെ കൂടെ താമസിച്ച് ഞാൻ നിന്റെ മെസ്സഞ്ചർ ആകാം, അല്ലെങ്കിൽ ഞാൻ നിന്റെ ദൂതനാകാം. Thank you, little swallow, said the prince. പ്രിൻസ് സ്വാളോയ്ക്ക് താങ്ക് യു പറഞ്ഞു. So the swallow picked out the ruby from the prince's sword and flew away with it in his beak over the roofs of the town. സ്വാളോ എന്ത് ചെയ്തു? ആ വാൽപ്പിടിയിൽ നിന്നും ആ റൂബി സ്റ്റോൺ അവൻ്റെ ചുണ്ടുകൊണ്ട് അവൻ പറിച്ചെടുത്തിട്ട് അവനത് അവൻ്റെ ചുണ്ടുകളുടെ ഇടയിൽ വെച്ച് ബീക്സ്, ഇപ്പോൾ പക്ഷികളുടെ ചുണ്ട് ബീക്സ് എന്ന് പറയും, അപ്പോൾ ആ ബീക്കിൻ്റെ ഇടയ്ക്ക് വെച്ചുകൊണ്ട് അവൻ ആ പട്ടണത്തിന് മേലെ കൂടെ പറന്നു പോവുകയാണ്. ഓവർ ദ റൂഫ്സ് ഓഫ് ദ ടൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടണത്തിന് മേലെ കൂടെ പറക്കുന്നു എന്നാണ് അർത്ഥം. At last he came to the poor house and looked in. അവസാനം അവൻ ആ വീട്ടിലെത്തി അതിൻ്റെ ഉള്ളിലേക്ക് നോക്കി. The boy was tossing feverishly on his bed and the mother had fallen asleep. പനിയുടെ ആധിക്യം കാരണം പനി കൂടിയിട്ട് ആ കുട്ടി ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുക. ടോസിങ് എന്ന് പറഞ്ഞാൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. അവൻ്റെ അമ്മയാണെങ്കിൽ ഉറങ്ങിപ്പോയി. He laid the ruby on the table. അവൻ ആ റൂബി സ്റ്റോൺ അവൻ ആ മേശപ്പുറത്ത് വെച്ചു. Then he flew gently round the bed, fanning the boy's forehead with his wings. അവൻ ആ പതുക്കെ ആ കട്ടിലിന് ചുറ്റും പറന്ന് ചെന്ന് ആ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് ചെന്ന് ഇങ്ങനെ അവൻ്റെ ചെറുകുകൾ വെച്ച് ഇങ്ങനെ വീശിക്കൊടുത്തു. Then the swallow flew back to the happy prince and told him what he had done. അപ്പോൾ സ്വാളോ തിരിച്ച് ഹാപ്പി പ്രിൻസിൻ്റെ അടുത്തേക്ക് പറഞ്ഞു എന്ന് അവൻ എന്താണ് ചെയ്തതെന്ന് പറയും. I feel quite warm now, although it is so cold. ഇവിടെ ഭയങ്കര തണുപ്പാണെങ്കിലും എനിക്കൊരു ചൂടൊക്കെ തോന്നുന്നുണ്ട്. That is because you have done a good deed, said the prince. ആ പ്രിൻസ് എന്താണ് പറയുക? നീ ഒരു നല്ല പ്രവൃത്തി ചെയ്തതുകൊണ്ടാണ് നിനക്കങ്ങനെ തോന്നുന്നത്. The swallow fell asleep. ആ സ്വാളോ അവിടെ കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സ്വാളോയ്ക്ക് വാന്ത തോന്നിയെന്നാണ് പ്രിൻസ് പറയുന്നത്? നമ്മളൊരു നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലൊരു സന്തോഷവും ഒരു ഉത്സാഹവും ഒക്കെ തോന്നുന്നത് അതുകൊണ്ടാണ് നിനക്ക് വാന്ത തോന്നുന്നത്, അല്ലെങ്കിൽ ആ ചൂട് ഫീൽ ചെയ്യുന്നതെന്നാണ് പ്രിൻസ് പറയുന്നത്. മീനിങ് നോക്കിക്കേ. ടോസിങ് തിരിഞ്ഞും മറിഞ്ഞും കിടക്കുക. ഫാനിങ് എന്ന് പറഞ്ഞാൽ വീശുക. ഡീഡ് എന്ന് പറഞ്ഞാൽ പ്രവൃത്തി. ദിസ് ഈസ് ബിക്കോസ് യു ഹാവ് ഡൺ എ ഗുഡ് ഡീഡ് എന്ന് പറഞ്ഞില്ലേ, നീ ഒരു നല്ല പ്രവൃത്തി ചെയ്തുകൊണ്ടാണെന്ന് പറഞ്ഞത്. ആ ഡീഡ് എന്ന് പറഞ്ഞാൽ പ്രവൃത്തി. ഇതിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നോക്കിക്കേ. ക്വസ്റ്റ്യൻ നമ്പർ 11. Why did the swallow agree to be the messenger of the happy prince? അപ്പോൾ ഹാപ്പി പ്രിൻസിന്റെ മെസ്സഞ്ചർ അല്ലെങ്കിൽ ദൂതനാകാം എന്ന് സ്വാളോ എന്തുകൊണ്ടാണ് സമ്മതിച്ചത്? The happy prince became sad when the swallow hesitated to help the woman. ആ സ്ത്രീയെ സഹായിക്കാൻ സ്വാളോ സമ്മതിക്കാതെ വന്നപ്പോൾ ആ ഹാപ്പി പ്രിൻസിനാകെ സങ്കടമായി. When the prince became sad,
The swallow felt sorry and agreed to be the messenger of the happy prince. അങ്ങനെ പ്രിൻസിന് സങ്കടമായെന്ന് കണ്ടപ്പോൾ സ്വാലോയ്ക്ക് മനസ്സിൽ വിഷമം തോന്നി. അതുമൂലമാണ് അവൻ ഹാപ്പി പ്രിൻസിനെ മെസ്സഞ്ചർ അല്ലെങ്കിൽ ദൂതനാകുവാൻ സമ്മതിച്ചത്. Question number 12. Why did the swallow feel so warm? എന്തുകൊണ്ടാണ് ആ സ്വാളോയ്ക്ക് ആകപ്പാടെ ഒരു വാംത്ത് അല്ലെങ്കിൽ ഒരു ചൂടൊക്കെ തോന്നിയത്? The swallow felt warm because he did a good deed by being the messenger of the happy prince and helping the woman. അപ്പോൾ ഒരു നല്ല ഒരു പ്രവൃത്തി ചെയ്തതുകൊണ്ട്, അതായത് ആ ഹാപ്പി പ്രിൻസിന്റെ ഒരു മെസ്സഞ്ചറായി ആ സ്ത്രീയെ സഹായിക്കുവാൻ സാധിച്ചതുകൊണ്ട് മനസ്സിൽ തോന്നിയ ഒരു സമാധാനവും ഒരു ഉത്സാഹവും മൂലവുമാണ് ആ സ്വാളോയ്ക്ക് ആകപ്പാടെ ദേഹത്തിന് ഒരു മനസ്സിനൊക്കെ ഒരു ചൂട് തോന്നിയത്. Question number 13. Will the swallow join his friends the next day? അടുത്ത ദിവസം സ്വാലോയ്ക്ക് അവന്റെ ഫ്രണ്ട്സിന്റെ കൂടെ പറന്നു ചെന്ന് എത്താൻ സാധിക്കുമോ? No, the swallow will not be able to join his friends the next day as he had to stay with the happy prince in order to help him. ആ സ്വാലോയ്ക്ക് അവന്റെ ഫ്രണ്ട്സിന്റെ കൂടെ നാളെ പറന്നു ചെന്ന് എത്താൻ സാധിക്കില്ല. കാരണം അവൻ ആ ഹാപ്പി പ്രിൻസിനെ സഹായിക്കുവാൻ വേണ്ടി ഒരു ദിവസം അവിടെ തങ്ങേണ്ടി വന്നു. ഈ ചാപ്റ്ററിന്റെ പാർട്ട് 1 നമ്മൾ ഡിസ്കസ് ചെയ്ത ചാപ്റ്ററിൻ്റെ പോർഷൻസും മീനിങ്സും ക്വസ്റ്റൻ ആൻസേഴ്സും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ല എങ്കിൽ ഒരു വട്ടവും കൂടി വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. 1-2 വട്ടം കാണുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും എല്ലാം മനസ്സിലാകും. നേരത്തെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുകയും കൂടി ചെയ്യാം. സോ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഐ വിൽ കം വിത്ത് പാർട്ട് 2. പാർട്ട് 2 ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. ടിൽ ദ നെക്സ്റ്റ് വീഡിയോ കംസ്, ഗുഡ് ബൈ.